നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊടുകുറി വിശകലനമാണ് നടത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 നമ്പറുകൾ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ 3ഉം രണ്ടാമത്തെ നമ്പർ 7ഉമാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ വെറുതെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ പോരാ. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ആ സങ്കടങ്ങൾക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിൽ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു നോക്കിയിട്ട് അതുമായിട്ട് സാമ്യം വരുന്ന സംഖ്യ ഏതാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏത് നമ്പറിലേക്കാണോ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു നമ്പർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇതില് ഈ 3 അല്ലെങ്കിൽ 7 എന്നീ സംഖ്യകളിൽ ഏതാണോ നിങ്ങൾക്ക് അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെട്ടതായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഓടിയെത്തുന്നതായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫലം പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ന്യൂമറോളജി പ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ അവസാന സമയത്ത് ഈ 2 സംഖ്യകളിൽ ഏത് സംഖ്യ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാവുന്നതാണ്. എങ്കിൽ പോലും പ്രാധാന്യം അനുസരിച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ നിലവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുടെ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ അതീവ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ ഈ തൊടുകുറിയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട സങ്കടങ്ങളെ ഇങ്ങനെ യഥാക്രമം തിരിച്ചു കഴിഞ്ഞാല് ജീവിതത്തില് ഇപ്പോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കലഹങ്ങൾ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ, അതിലുപരി ശത്രുക്കളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ബാധ ഉപദ്രവങ്ങൾ, ഇതൊക്കെയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാം. അതൊക്കെയും ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ഈ ഒരു തൊടുകുറി വഴി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രധാന ദുഃഖം എന്താണ് അത് മനസ്സിൽ ഓർത്തുകൊണ്ട് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തൊടുകുറി ഫലത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ മനസ്സിൽ ആ ഒരു ദുഃഖം, നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ദുഃഖം നന്നായിട്ടൊന്ന് ഓർത്ത ശേഷം നന്നായിട്ട് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ദുഃഖം എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമേ, അതോടൊപ്പം ഇതിനുള്ള ഒരു പരിഹാരം എനിക്ക് എത്രയും പെട്ടെന്ന് കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ഏത് നമ്പറാണോ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നോക്കുമ്പോൾ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് വരെ അകന്നു പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരുപാട് സുവർണാവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയും കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ചു പോയ അവസ്ഥ, അതായത് ഭാഗ്യനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തൊടുകുറി, അതായത് ന്യൂമറോളജി ഫലം കാണിച്ചു തരുന്നതനുസരിച്ച് 3 തിരഞ്ഞെടുത്ത ആളുകൾ ഒരുപാട് പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് അപ്പുറം പ്രയാസങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ഇതിനോടകം തന്നെ തരണം ചെയ്തു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വയ്യ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പരിഹാരം, അതായത് ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് അമ്മ മഹാമായ പരാശക്തി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവനാരോ ദേവിയാരോ
അവർ കാണിച്ചു തന്ന പരിഹാരം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുടുംബക്ഷേത്ര ദർശനം ചെയ്യുക എന്നതാണ് പരിഹാരം. ചില ആളുകൾ ഉണ്ടാകും, ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ടാകും, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ കുടുംബക്ഷേത്രം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബദേവിയുടെ അല്ലെങ്കിൽ കുടുംബദേവന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടായേ തീരുള്ളൂ. അതിന്റെ ഒരു കുറവായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല. ദൂരെ താമസിക്കുന്ന ആൾക്കാരുണ്ടാകാം, പുറം രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച ശേഷം എല്ലാ ശുദ്ധിയോടും കൂടി ആ നിലവിളക്കിന് മുന്നിലിരുന്ന് 1 രൂപ നാണയം എടുത്ത് തലയ്ക്കുഴിഞ്ഞ് ഒരു കിഴി പോലെ കെട്ടി, അല്ലെങ്കിൽ ഒരു പട്ടിൽ കെട്ടി നന്നായിട്ട് മാറ്റി വയ്ക്കുക. തലയ്ക്കുഴിയുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബദേവതയെ, കുടുംബക്ഷേത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ വരാൻ സാധിക്കട്ടെ, ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുഃഖദുരിതങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി അതിനുള്ള പരിഹാരം കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാണയം 3 തവണ നിങ്ങളുടെ തലയ്ക്കുഴിയുക. ശേഷം ഈ പറഞ്ഞതുപോലെ കെട്ടി ഭദ്രമായിട്ട് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു സ്ഥലത്തോ വയ്ക്കുക. ഇടയ്ക്കിടെ എടുക്കാത്ത രീതിയിൽ അത് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് സാധിക്കുന്നത് ആ സമയത്ത് ഈ നാണയം കൂടെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ദുഃഖദുരിതങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ നമ്പറായിട്ടുള്ള 3 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് 7 എന്ന നമ്പർ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു സംഖ്യ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുള്ളവരാണ് നിങ്ങൾ. ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു കടലോളം സങ്കടം ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നടന്നു കിട്ടേണ്ടതായിട്ടുള്ള 1-2 ആവശ്യങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ വിവാഹമാകാം, അല്പം ധനം വന്നേ മതിയാകുള്ളൂ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാകാം. അങ്ങനെ ചില കാര്യങ്ങൾ നേടിയെടുക്കണം, പക്ഷെ അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സങ്കടങ്ങളാണ് നിങ്ങളിപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചില വാതിലുകൾ ചെന്ന് മുട്ടിയിട്ടുണ്ട്. ഇതൊക്കെയും ശരിയാവാനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും തുറന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് ഒരു സമയങ്ങളിൽ നിങ്ങളിൽ നിന്ന് സഹായം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും തിരിച്ച് ഇപ്പോൾ നിങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശാരീരികമായിട്ടും പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അസ്വസ്ഥതയ്ക്ക് മേൽ അസ്വസ്ഥതകളാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ചില ഘട്ടങ്ങളിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം തടസ്സങ്ങൾ വരുന്നത്? ഞാൻ ഭഗവാനെ വിളിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, എന്നിട്ടും എന്നെ സഹായിക്കാനോ എനിക്ക് തിരിച്ച് ഒരു ഉപകാരത്തിനോ ആരും എത്തുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹവും എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പതനത്തിൽ നിന്നും നിങ്ങളെ ഭഗവാൻ കൈപിടിച്ചുയർത്തും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, തടസ്സത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ദുഷ്ടശക്തിയുടെ ഉപദ്രവമാണ്. ഇത് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഒന്നുകിൽ ദൃഷ്ടിദോഷം പോലുള്ള ബുദ്ധിമുട്ടുകളാവാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ഏതോ തരത്തിലുള്ള ഒരു അനിഷ്ടം നിങ്ങളുടെ മേൽ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഴ്ചയും ബുദ്ധിമുട്ടും ഒക്കെ മാറി വലിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം ഇനി അടുക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില വഴികളുണ്ട്, പോംവഴികളുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏറ്റവും ആദ്യം തന്നെ പിതൃപ്രീതിക്കായിട്ട് നിങ്ങൾ വരുന്ന 7 ദിവസം, നിങ്ങൾക്ക് ഏത് ദിവസം മുതലാണോ സാധിക്കുന്നത് ആ 7 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിൽ ഒരല്പം ഭക്ഷണം, അത് നിങ്ങൾ എന്താണോ രാത്രിയിൽ കഴിച്ചത് ആ ഭക്ഷണവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും അടുക്കളയുടെ ആ ഒരു തട്ടിയുടെ മുകളിൽ ഒന്നും അടച്ചു വയ്ക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. അതുപോലെ തന്നെ 7 ദിവസം തുടർച്ചയായിട്ട് കാക്കയ്ക്ക് രാവിലെ ഭക്ഷണം കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ തുടർച്ചയായിട്ട് 7 ദിവസം നിങ്ങൾ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ശുദ്ധിയും വൃത്തിയുമുള്ള 6 ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കണം. ആർത്തവ സമയങ്ങളിൽ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇനി അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, സന്ധ്യാസമയത്ത് 7 ദിവസം തുടർച്ചയായിട്ട് ഒരു പിടി ഉപ്പ് കയ്യിലെടുത്ത് നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് സിങ്കില് ഒഴുക്കിക്കളയുക, അലിയിച്ച് ഒഴുക്കിക്കളയുക. നിങ്ങളുടെ മേൽ വന്നിട്ടുള്ള ആ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടശക്തിയുടെ ഉപദ്രവം ഇല്ലാതായിക്കൊള്ളും. ഏത് തരത്തിലുള്ള ദുഷ്ടശക്തിയാണെങ്കിലും അത് ഇല്ലാതാകും. അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീടിന്റെ വാതിൽപ്പടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ട് തൊട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ദുഷ്ടശക്തിയുടെ ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോകും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ദിവസവും രാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല എന്നുണ്ടെങ്കിൽ കുളിച്ച് ശരീരശുദ്ധി വന്നതിന് ശേഷം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. സകല വിഘ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് വിഘ്നേശ്വരന്റെ ഓം ഗം ഗണപതിയെ നമ 108 തവണ ജപിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം കല്ലുപ്പിട്ട ശേഷം ആ വെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ, ആ തടസ്സങ്ങൾ ഇല്ലാതായിക്കൊള്ളും. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഫലങ്ങളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.